2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്ന് മുത്തങ്ങ വെടിവെപ്പായിരുന്നു. ചരിത്ര ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്ന AK ആന്റണി സർക്കാരിന് അതിവേഗം ജനപ്രീതി നഷ്ടപ്പെടുകയായിരുന്നു. പൊന്നാനിയിൽ അഹമ്മദ് ഒഴികെ മറ്റെല്ലാ UDF സ്ഥാനാർത്ഥികളും തോറ്റു. ഈ ഫലം വന്ന ഒരു മാസത്തിന് ശേഷമായിരുന്നു AK ആന്റണിയുടെ അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനവും മുത്തങ്ങയുടെ ഓരോരോ ഇഫക്റ്റുകൾ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കനത്തൊരു പരാജയമാണ് UDF ഉണ്ടായത്. പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ കാരണങ്ങൾ എന്തായാലും UDFനെ നയിച്ച ആളെന്ന നിലയിൽ ഈ പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മുഖ്യമന്ത്രി AK ആന്റണിയുടെ രാജിയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്ന് മുത്തങ്ങയിലെ പോലീസ് നടപടിയായിരുന്നു. 2002 ആദിവാസി ഗോത്രമഹാസഭ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തിയതോടെയാണ് സംഘർഷങ്ങളുടെ തുടക്കം. 48 ദിവസം നീണ്ട സമരത്തിന് ശേഷം എല്ലാ ആദിവാസികൾക്കും 5 ഏക്കർ വീതം സ്ഥലം വാഗ്ദാനം ചെയ്തു. ഇത് വയനാട്ടിൽ നടപ്പായില്ല. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രം കയ്യേറി ഗോത്രമഹാസഭ ഊരായി പ്രഖ്യാപിച്ചു. 40 ദിവസത്തിന് ശേഷം 2003 ഫെബ്രുവരി 17 തീ പടർന്നു. വനംവകുപ്പ് തീയിട്ടതാണെന്നാരോപിച്ച് വനംവകുപ്പ് ജീവനക്കാരെയും ഫോട്ടോഗ്രാഫറെയും ബന്ദികളാക്കി. ജില്ലാ കലക്ടർ നടത്തിയ ചർച്ചയിൽ ബന്ദികളെ വിട്ടയച്ചു. 2003 ഫെബ്രുവരി 19 750 പോലീസുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒഴിപ്പിക്കാനെത്തി. ഒരു സംഘം പോലീസുകാരെ വളഞ്ഞുവെച്ചു. ഇതോടെ പോലീസ് വെടിവെച്ചു. ജോഗി വെടിയേറ്റു മരിച്ചു. കണ്ണൂർ AR ക്യാമ്പിലെ കോൺസ്റ്റബിൾ വിനോദ് വെട്ടേറ്റും മരിച്ചു. മുത്തങ്ങ സമരത്തിൽ ആദിവാസികളെ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ള ആദിവാസികളെ ഒരുമിച്ച് പോലീസ് ഭീകരമായ രൂപത്തിലാണ് വേട്ടയാടിയത്. അതിലൊരു മരണമുണ്ടായ കാര്യം നമുക്കറിയാം. പോലീസുകാർ ഭീകരമായ രൂപത്തിൽ അവരെ അടിച്ചോടിച്ചത് നമുക്കറിയാം. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ആ സമരം എന്നുള്ള കാര്യത്തിൽ AK ആന്റണി ഒരു വീണ്ടും വിചാരം പോലും നടത്തിയില്ല. രാജ്യമെങ്ങും കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടായപ്പോൾ 2004 കേരളത്തിൽ മാത്രമായിരുന്നു കനത്ത തോൽവി. ഇലക്ഷൻ ഡെസ്ക് 24. AK ആന്റണിയും 2004 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അന്ന് മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ രാജിവെക്കുകയാണ്. കൂളായിട്ട് പറഞ്ഞു. അപ്പം ഇത് കേട്ടില്ല, ഞെട്ടിയ ആളുകൾ, കേട്ട ആളുകൾ. നമ്മളൊക്കെ ഈ ജോലി വരെ ഞാൻ വന്നിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ യാദൃശ്യമായി TV കാണുന്ന സമയത്ത് AK ആന്റണി പറഞ്ഞു, ഞാൻ രാജിവെക്കുകയാണ്. അപ്പൊ നമ്മളും അതെ, നമ്മളും എന്നൊന്നുകൂടെ വെക്കും, ഇത് എന്താണ് കേട്ടില്ല. അപ്പൊ ഒന്നുകൂടെ, അപ്പൊ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി കസേരയൊന്നും അദ്ദേഹത്തിന് അത്ര പ്രശ്നമല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല കുറച്ച് ദിവസമായി ഈ മുത്തങ്ങയൊക്കെ ഇരുന്ന് അങ്ങയുടെ മനസ്സിലിരുന്ന് വിങ്ങായിരുന്നു തോന്നുന്നു. വീണ്ടും അടുത്ത പദവിയിലേക്ക് പോയി, അത് വേറെ കാര്യം.